നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആർത്രൈറ്റിസ് കൊണ്ട് സുഖകരമായി തന്നെ ജീവിക്കാം എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചനായി നമ്മോടൊപ്പം ഉള്ളത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ പൗൾ ടി ആൻ്റണിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. സാർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഈ ആർത്രൈറ്റിസ്, അതായത് എപ്പോഴും ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ തേയ്മാനമാണ് എപ്പോഴും മുന്നിലെത്തുന്ന ഒരു വാക്കെന്ന് പറയുന്നത്. എപ്പോഴും ഇപ്പോൾ ഒരു പ്രായമായ ആൾ ആർത്രൈറ്റിസ് രോഗം എന്ന് പറയുമ്പോൾ തേയ്മാനം എന്ന് തന്നെയാണ് അവർക്ക് മനസ്സിലാകുന്നത് പോലും. ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം തേയ്മാനം മാത്രമാണോ നമ്മൾ ആർത്രൈറ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ അസുഖങ്ങൾ ഈ ആർത്രൈറ്റിസിൻ്റെ ലിസ്റ്റിൽ നമുക്ക് പെടുത്താൻ സാധിക്കും? ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല. ആർത്രൈറ്റിസ് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ആർത്രൈറ്റിസ് ഒരു രോഗലക്ഷണമാണ്. അതായത് സന്ധികളിൽ വരുന്ന നീർവീക്കം, അത് സന്ധികളിൽ വരുന്ന വേദന, വീക്കം, പിരിമുറക്കം, അങ്ങനത്തെ ഉള്ളൊരു സിംറ്റം ക്ലസ്റ്ററിനെയാണ് സാധാരണ നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പലതരം ആർത്രൈറ്റിസ് ഉണ്ട്. നമ്മൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതായത് നീര് കൂടുതൽ വരുന്ന തരത്തിലുള്ള ആർത്രൈറ്റിസ്, അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സ്പോണ്ടൈലോ ആർത്രൈറ്റിസ്, കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ്, SLE, സ്ക്ലിറോഡെർമ, അങ്ങനെ പലതരം അസുഖങ്ങളിൽ വരുന്ന ആർത്രൈറ്റിസ് ഉണ്ട്. അത് ഒരു തരം. മറ്റേ തരം എന്ന് പറയുന്നത് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, അതാണ് തേയ്മാനം എന്ന് പറയുന്ന അസുഖമുള്ളത്. രണ്ട് ഗ്രൂപ്പും നല്ലോണം കൂടുതൽ കാണുന്നതാണ്. എന്നിരുന്നാൽ കൂടെയും പ്രായാധിക്യമുള്ള ആൾക്കാർ നമ്മളവിടെ കൂടി വരുന്നതുകൊണ്ട് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് ആണ് കൂടുതലും ഇപ്പോൾ കാണുന്നത്. അപ്പോൾ രണ്ട് തരമുണ്ട്. രണ്ട് തരം നമ്മൾ തിരിച്ച് മനസ്സിലാക്കണം. കാരണം രണ്ട് തരത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റ് രണ്ട് ഡിഫറെൻറ്റ് തരത്തിലാണ്. തീർച്ചയായിട്ടും. എപ്പോഴും ആർത്രൈറ്റിസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വേദനയാണ്. അവരെപ്പോഴും വേദനയായിട്ടാണ് ഡോക്ടറുടെ അടുത്തേക്കാണ് വരുന്നത്. അല്ലെങ്കിൽ വേദന, അവർക്ക് ആർത്രൈറ്റിസ് ഉണ്ട്, വേദന അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡോക്ടറുടെ അടുത്തേക്ക് എത്തപ്പെടുകയുമില്ല. അപ്പോൾ ഈ വേദന എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഈ ആർത്രൈറ്റിസിൻ്റെ ഒരു ലക്ഷണം മാത്രമാണോ ഇത് യഥാർത്ഥത്തിൽ വേദന? ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട രോഗികൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു പ്രധാന ലക്ഷണം വേദനയാണ്. അപ്പോൾ ഫസ്റ്റ് വേദന കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള മരുന്നുകൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ വേദന താൽക്കാലികമായി കുറയുമെന്നല്ലാതെ അത് രോഗത്തിനെ ഒന്നും പ്രതിരോധിക്കുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി രോഗം മോഡിഫൈ ചെയ്യാന്നുള്ള വേറെ തരം മരുന്നുകൾ കൂടെ നമ്മൾ കൊടുക്കണം. പക്ഷെ തീർച്ചയായും ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടത് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടത് ഈ വേദന കുറഞ്ഞു കിട്ടാന്നുള്ളതാണ്. അപ്പോൾ അതായിരിക്കും ഒരു റുമറ്റോളജിസ്റ്റ് ആദ്യം ചെയ്യുന്നത്, രോഗിയുടെ വേദന കുറയ്ക്കണം. കാരണം രോഗി അതിനാണ് വരുന്നത്. അത് കുറയ്ക്കാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കാര്യമായൊരു ഇതല്ല. എപ്പോഴും വേദനയായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ്, അല്ലെങ്കിൽ മുട്ടുവേദനയോ സന്ധിവേദനയുമായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കും? യഥാർത്ഥത്തിൽ ഏത് തരം ആർത്രൈറ്റിസ് ആണെന്ന് നമ്മൾ നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല? അത്യാവശ്യമാണ്, തീർച്ചയായിട്ടും. ബിക്കോസ് നമ്മൾ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ പലതും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതുണ്ട്. അല്ലെങ്കിൽ അത് ചികിത്സിച്ച് ഒരു ലെവലിൽ നിയന്ത്രിച്ചാൽ ഈ രോഗിക്ക് അവന് വേണ്ട ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ആർത്രൈറ്റിസ് രോഗി വരുമ്പോൾ എത്ര നാളായി ഈ അസുഖം എന്നാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ള അസുഖമാണെങ്കിൽ നമ്മൾ പലപ്പോഴും അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായും അതിൽ പോലും നമുക്ക് നിയന്ത്രിച്ച് ഈ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് വ്യക്തിക്ക് ദിവസം ചെയ്യേണ്ട അവനവന് വേണ്ട ആവശ്യങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങൾ, അതെല്ലാം ചെയ്യാൻ അവനെ പ്രാപ്തനാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കാലയളവ് അത് അന്വേഷിക്കുന്നു. പിന്നെ ഏതൊക്കെ സന്ധികളാണ് ഈ അസുഖം ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സന്ധി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അത് ഇന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യൂറിക് ആസിഡെ സംബന്ധിച്ച് ഗൗട്ട് എന്ന് പറയുന്ന ആർത്രൈറ്റിസ്, അത് പ്രധാനമായും കാലിലെ സന്ധികളെയാണ് ബാധിക്കുക. അപ്പോൾ ഒരു മിഡിൽ ഏജിലായ ഒരു പുരുഷൻ ചിലപ്പോൾ മദ്യം കഴിക്കുക, നല്ല വണ്ണമുള്ള ആളായിരിക്കാം. അങ്ങേര് ഈ കാലിന് ഈ വേദനയും നീരായി വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഫസ്റ്റ് സസ്പിഷൻ ഗൗട്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ അസുഖങ്ങൾക്ക്, ഇപ്പോൾ നമ്മൾ തേയ്മാന സംബന്ധമായ ആർത്രൈറ്റിസ് ആണെങ്കിൽ വെയിറ്റ് ബെയർ ചെയ്യുന്ന ജോയിൻറ്റ്സ്, മുട്ട്, ഹിപ്പ്, അങ്ങനത്തെ ജോയിൻറ്റ്സിനെയാണ് കൂടുതലും അത് ബാധിക്കുക. അപ്പോൾ രോഗത്തിൻ്റെ ഏത് ജോയിൻറ്റ്സിനെ ബാധിച്ചു എന്ന തരത്തിൽ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ ഈ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും സന്ധികളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു അസുഖമായിരിക്കില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ള സിസ്റ്റംസ്, നമ്മൾ തൊലിപ്പുറം, കണ്ണ്, വയറ്, കുടൽ, ആമാശയം, അങ്ങനെ വായ, ഈ സ്ഥലങ്ങളിലെ രോഗലക്ഷണങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ സ്ഥലത്തെ പല ലക്ഷണങ്ങൾ, ഇപ്പോൾ ബെഷറ്റ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതിൽ രോഗി നമ്മുടെ അടുത്ത് വരുന്നത് സന്ധിവേദന കൊണ്ടായിരിക്കും. പക്ഷെ അത് നമുക്ക് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ആകെ 2 ലക്ഷണങ്ങൾ കൊണ്ടാണ്. വായയിൽ വരുന്ന വ്രണങ്ങൾ, അതുപോലെ തന്നെ ജനനേന്ദ്രിയങ്ങളിൽ വരുന്ന വ്രണങ്ങൾ. അപ്പോൾ ഈ 2 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഈ അസുഖം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ ഏത് ടെസ്റ്റ് ചെയ്താലും ഈ അസുഖം സ്ഥിരീകരിക്കാൻ ഈ 2 കാര്യങ്ങൾ വേണം.
അപ്പോൾ ഒരു ആർത്രൈറ്റിസ് രോഗിയുടെ അടുത്ത് പലപ്പോഴും നമ്മൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും ഇത് എന്തിനാണ് നമ്മൾ ഇത് ചോദിക്കുന്നത്. പക്ഷേ മിക്ക ആർത്രൈറ്റിസും ഡയഗ്നോസ് ചെയ്യുന്നത് ഈ ക്ലിനിക്കൽ സിംറ്റംസ് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കൊണ്ട് മാത്രമാണ് കൂടുതലും നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ഇപ്പോഴും ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു പ്രായമായവരുടെ അസുഖം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രായമായവർക്ക് മാത്രമേ ആർത്രൈറ്റിസ് വരുമോ, യങ് അഡൽട്സിലും അല്ലെങ്കിൽ ഒരു കുട്ടിക്കാലത്തും ഇത്തരം ആർത്രൈറ്റിസ് രോഗങ്ങൾ നമുക്ക് പിടിപെടാം? അതൊരു തീർച്ചയായും തെറ്റിദ്ധാരണയായ ഒരു കാര്യമാണ് that ഇത് പ്രായമായവരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ പ്രാക്ടീസിൽ പറയുകയാണെങ്കിൽ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 30 മുതൽ 40 വയസ്സാണ് ആവറേജ് ഏജ്. ഇപ്പോൾ കുട്ടികളെ മാത്രം എക്സ്ക്ലൂസീവ്ലി ബാധിക്കുന്ന തരം ആർത്രൈറ്റിസ്, ജുവനൈൽ ഇഡിയോപ്പത്തിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു തരമുണ്ട്. അതിൽ തന്നെ 7 തരം ആർത്രൈറ്റിസ് ഉണ്ട്. അത് കുട്ടികൾ 16 വയസ്സ് താഴെയുള്ള കുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന അസുഖമാണ്. അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരിൽ ഈ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം സാധാരണ 40 വയസ്സിന് മേലെ ഉള്ളവരിൽ കണ്ടുപിടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. 40 വയസ്സിന് മേലെ ഒരു ആൾ ഈ സിംറ്റംസ് കൊണ്ടുവന്നാൽ ഈ ഒരു രോഗം സംശയിക്കരുത്. അതായത് ഈ അസുഖം വരുന്നതെല്ലാം 40 വയസ്സിന് താഴെയുള്ളവർക്കാണ്. അപ്പോൾ ഒട്ടുഭൂരിപക്ഷം ആൾക്കാർ നമ്മൾ ചികിത്സിക്കുന്നത് ഈ പ്രായം കുറഞ്ഞവരെയാണ്. പ്രായം കൂടുതൽ വരുന്നത് കൂടുതൽ ഈ തേയ്മാന സംബന്ധമായ രോഗങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ കൂടുതലും കാണുന്നത്. എപ്പോഴും ആർത്രൈറ്റിസിനുള്ള ഒരു ജനങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വേദനയാണ്. ആ വേദനയ്ക്ക് ഡോക്ടർ പരിഹാരം ചെയ്യുന്നു, അതെങ്കിൽ പെയിൻ കില്ലേഴ്സ് ആണ് ഈ ആർത്രൈറ്റിസിനുള്ള ചികിത്സ. അതെനിക്ക് വേണമെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയും ലഭ്യമാകുന്ന പെയിൻ കില്ലേഴ്സ് കൊണ്ട് മാനേജ് ചെയ്യപ്പെടാം എന്നുള്ളത് തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ആർത്രൈറ്റിസ് അങ്ങനെ ഒരു പെയിൻ റിലീഫിന് അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ ഉപയോഗിച്ച് മാത്രം ചികിത്സിക്കുന്ന ഒരു അസുഖമാണ്? തീർച്ചയായിട്ടും അല്ല. ബിക്കോസ് പെയിൻ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി 2 തരം മെഡിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു തരം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്ടിങ്, അതായത് ഈ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ ചില സമയത്ത് സ്റ്റിറോയിഡ്സ് ഇങ്ങനത്തെ മരുന്നുകളാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു രോഗി, നമ്മുടെ അടുത്ത് വേദനയായിട്ട് വരുന്ന രോഗിയുടെ അടുത്ത് ഞാൻ ഈ മരുന്ന് തരുന്നു, ഈ മരുന്നിൻ്റെ ഫലം കിട്ടാൻ പോകുന്നത് 3 മാസം കഴിഞ്ഞാണ്. അപ്പോൾ ഡോക്ടറെ 3 മാസത്തേക്ക് ഞാൻ എന്തേ ചെയ്യും? ഈ 3 മാസത്തേക്ക് വേദന സഹിക്കുമോ? നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ രോഗിയുടെ അടുത്ത് അങ്ങനെ വേദന സഹിക്കാൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു ഇമ്മീഡിയറ്റ് റിലീഫിനായിട്ട് ഈ തരത്തിലുള്ള ഈ ഷോർട്ട് ആക്ടിങ് മെഡിസിൻസ് ഉപയോഗിക്കണം. പക്ഷേ അതിനോടൊപ്പം തന്നെ ലോങ് ആക്ടിങ് ഡിസീസ് മോഡിഫയിങ് മെഡിക്കേഷൻസ് നമ്മൾ കൂടെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഈ വേദനയുടെ മെഡിസിൻസോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സോ നിർത്തുന്ന ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ഈ രോഗിക്ക് പഴയ ലക്ഷണങ്ങളെല്ലാം തിരിച്ചു വരും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ദീർഘകാല വീക്ഷണത്തോടെ മരുന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ അസുഖത്തെ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാം, ഒരു പക്ഷേ പൂർണ്ണമായി നമുക്ക് ഉന്മുക്തമാക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ആർത്രൈറ്റിസ് ചികിത്സാ കാര്യങ്ങൾ എന്തൊക്കെ കാര്യം രോഗി ശ്രദ്ധിക്കണം? കാരണം എപ്പോഴും ഒരു ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വേണ്ടി വരുന്നതാണ് പലപ്പോഴും ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള ഏത് തരം പ്രശ്നങ്ങൾക്ക്. അപ്പോൾ ഒരു രോഗി എന്തൊക്കെ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരിക്കലും ഈ വേദന മാറി അവർക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞു എന്ന് കരുതി ഈ മരുന്നുകൾ സ്വയം നിർത്താൻ പാടുണ്ടോ? രോഗി കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. ബിക്കോസ് ഞങ്ങളുടെ ഇതിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് രോഗിയായിട്ട് ഫസ്റ്റ് ഡയഗ്നോസിസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. അപ്പം ഓരോരുത്തർ അറിഞ്ഞിരിക്കണം, അതായത് എൻ്റെ അസുഖം എന്താണ്, എൻ്റെ അസുഖം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്, എൻ്റെ അസുഖം SLE ആണ്, അല്ലെങ്കിൽ എൻ്റെ അസുഖം ഗൗട്ടാണ്. അത് ഒരു രോഗി അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം അവർ അറിഞ്ഞിരിക്കണം. ഇന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് വേണം ഓരോരുത്തർ ചൂസ് ചെയ്യണം. ബിക്കോസ് പല സിറ്റുവേഷൻ ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പലതരം മെഡിസിൻസ് ഉണ്ട്. അതിൽ ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനത്തെ മെഡിസിൻസ് നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻസി ഉദ്ദേശിക്കുന്ന ഒരു രോഗിക്ക് അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ രോഗി നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യണം, എനിക്ക് ഇങ്ങനത്തെ തരം മെഡിസിൻസ് പറ്റില്ല. അപ്പോൾ എല്ലാ തരം മെഡിസിൻസും ഓരോ തരം കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അപ്പോൾ അത് മുൻകൂട്ടി അറിയണം. അത് മുൻകൂട്ടി അറിഞ്ഞ് മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം. റെഗുലറായി ചെക്കപ്പിനും ഫോളോ അപ്പിനും വരണം. മരുന്ന് കൃത്യമായി കഴിക്കണം. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ഒരു അസുഖത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോൾ ഇത് എത്ര കാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്, എത്ര നാൾ കഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. പലപ്പോഴും രോഗികൾ ഫസ്റ്റ് വിസിറ്റിൽ ചോദിക്കും, ഡോക്ടർ എത്ര നാൾ മരുന്ന് കഴിക്കണമെന്ന്. അപ്പോൾ ഒരാൾ ആദ്യമായി എൻ്റെ അടുത്ത് വരുമ്പോൾ നീ ഒരു ജീവിതകാലം മുഴുവൻ രോഗിയാണെന്ന് പറയാൻ ആരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടില്ല. അത് കേൾക്കാൻ ഒരാൾക്കും 100% അല്ലെങ്കിൽ 200% ആരും താല്പര്യപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ പലപ്പോഴും നമ്മളൊരു 2-3 വർഷമാണ് ഈ മരുന്ന് കഴിക്കേണ്ടതെന്നുള്ളൊരു ജെൻറ്റിൽ ഇൻട്രൊഡക്ഷൻ ടു ക്രോണിക് മെഡിക്കേഷൻസ് എന്ന നിലയിൽ നമ്മൾ പറയും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പതുക്കനെ വിസിറ്റ് വന്നു കഴിയുമ്പോൾ രോഗിക്ക് ഈ മരുന്ന്, കാരണം ഞാൻ ആദ്യമായി പറയുകയാണെന്ന് മാറില്ല എന്ന് പറയുമ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് എൻ്റെ കാല് മുഴുവൻ ഇത്ര നീരാണ്, ഞാൻ കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെയായിരിക്കും എന്നുള്ള ഒരു വളരെ നിരാശജനകമായ അവസ്ഥയിലേക്കാണ് അയാളെ തള്ളുക. അപ്പോൾ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് അതിൽ മാറ്റങ്ങൾ കാണും. അയാൾ സ്വന്തമായ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും, ജോലികൾ ചെയ്തു തുടങ്ങും, സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു തുടങ്ങും. അപ്പം നമുക്ക് പതുക്കനെ ഗ്രാജുവലി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക്
അവരോട് ഡിസ്കസ് ചെയ്യുക. പക്ഷേ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ഡോക്ടറെ കാണുക, മരുന്ന് കഴിക്കുക. പിന്നെ മരുന്നോടൊപ്പം തന്നെ നമ്മൾ ആഹാര ക്രമീകരണങ്ങൾ കൃത്യമായി നമ്മൾ നല്ല പോഷകമായ ആഹാരം കഴിക്കണം. അതിൽ നമ്മൾ സാധാരണഗതിയിൽ പഥ്യങ്ങളൊന്നും ഞങ്ങൾ പറയാറില്ല. ഈ മരുന്ന് കഴിക്കുന്നവരാകുമ്പോൾ നമ്മൾ കൃത്യനേരത്ത് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചില്ലെങ്കിൽ ശരീരം തീർച്ചയായും ക്ഷീണിതനാവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കൂടാതെ വ്യായാമങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിറ്റുവേഷനിൽ. പിന്നെ സ്ട്രെസ് ലെവൽസ് ഒരിക്കലും നമ്മൾ കൂടുതലുണ്ടാവാൻ പാടില്ല. കാരണം സ്ട്രെസ് ലെവൽസ് വരുമ്പോൾ തീർച്ചയായും പഠനങ്ങളെല്ലാം ഉണ്ട്. അതായത് ഈ രോഗികളുടെ രോഗം കൂടുന്നതായിട്ടുള്ള ഇഷ്ടംമാതിരി പഠനങ്ങളുണ്ട്. അപ്പോൾ സ്ട്രെസ് ലെവൽ രോഗിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ട്രെസ് ലെവൽ റെഡ്യൂസ് ചെയ്യുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ യോഗ പലരോടും സജസ്റ്റ് ചെയ്യാറുണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പുറമെ ഒരു യോഗ ചെയ്യുന്നവർക്ക് പലപ്പോഴും ഒരു മെൻ്റൽ റിലാക്സേഷൻ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രോഗികൾ കുറച്ചും കൂടി മറ്റുള്ളവരെക്കാളും ബെറ്റർ. സെയിം മരുന്ന് കഴിക്കുന്ന 2 പേര്, ഒരാൾ യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർ പെർഫോം ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്ററാണ്. സാർ, ആർത്രൈറ്റിസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു SLE ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്. അപ്പോൾ ഇത് പകരുമോ എന്നുള്ളതാണ് എപ്പോഴും ഒരു സംശയം. ഒന്നുകിൽ ജനറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ജന്മന പകരാനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ കുട്ടികൾക്കും ആർത്രൈറ്റിസ് ഉള്ള അമ്മയ്ക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള അമ്മയ്ക്ക് കുട്ടികളുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരുമിച്ചൊരു ജീവിക്കുന്ന ആൾക്കാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകരാൻ സാധ്യതയുണ്ട്? ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീർച്ചയായിട്ടും പകരുന്നതല്ല. എത്ര ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളവരാണെങ്കിലും ലൈംഗിക ബന്ധത്തിലായാലും ഈ അസുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്നില്ല. ഈ ജനറ്റിക് റീസൺസ് പറയുകയാണെങ്കിൽ ഈ അസുഖങ്ങൾക്ക് തീർച്ചയായും ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ എന്തെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു SLE ഒരു അമ്മയ്ക്ക് ഒരു SLE കുട്ടി ഉണ്ടാവണമെങ്കിൽ 50 കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു കുട്ടിക്കാണ് ഈ അസുഖം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു നെഗ്ലിജിബിൾ റിസ്ക് എന്ന് നമുക്ക് പറയാം. മൈനർ റിസ്ക് ഉണ്ട്, എന്നിരുന്നാൽ കൂടെ ഭയപ്പെടേണ്ട രീതിയിലുള്ള റിസ്ക് ഇല്ല. നമ്മൾ ടെസ്റ്റിംഗ് ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല. ഒരു അമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ഈ കുട്ടിക്ക് SLE വരുമോ, SLEക്ക് ടെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ആൻസർ നോ ആണ്. നമ്മൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എല്ലാതും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് വളരെ അപൂർവമായി അങ്ങനൊരു ഇതും വന്നു എന്ന് വരാം. ഈ അല്ലെങ്കിൽ ആർത്രൈറ്റിസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് മറ്റേത് തരം ബുദ്ധിമുട്ടുകൾ, അവരിപ്പോൾ മുട്ടുവേദന അല്ലാതെ മറ്റ് സിസ്റ്റമിലുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പേഷ്യൻസ് കാണിക്കാറുണ്ട്? നമ്മൾ അടി തൊട്ട് മുടി വരെ പറയുകയാണെങ്കിൽ നമ്മൾ തലേ ഭാഗത്താണെങ്കിൽ മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ മുഖത്ത് കാണുന്ന വ്രണങ്ങൾ, വായയുടെ ഉള്ളിൽ കാണുന്ന വ്രണങ്ങൾ, കണ്ണിൻ്റെ വരൾച്ച, കണ്ണീന്ന് ചുവപ്പ് കളർ വരിക, ചെങ്കണ്ണ് വരിക, അടിക്കടി ചെങ്കണ്ണ് വരിക, വേദന കണ്ണിൽ വരിക, അതുപോലെ തന്നെ വെയിലിനോടുള്ള പ്രത്യേകമായ അലർജി, വെയിലത്ത് പോയി കഴിഞ്ഞാൽ സ്കിന്ന് നല്ല ചൊറിച്ചിൽ, വേദന അനുഭവപ്പെടുക, അതുകൂടാതെ മൂത്രക്കുറവ് വരിക, കാലിന് ഈ ആർത്രൈറ്റിസ് അല്ലാതെ തന്നെ കാലിലുണ്ടാകുന്ന വീക്കങ്ങൾ, അതുപോലെ കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ, അടിക്കടി വയറിളക്കം വരിക, പനി, സാരമല്ലാത്ത പനി, ചെറിയ ലോ ഗ്രേഡ് പനി, വിശപ്പില്ലായ്മ, വണ്ണം കുറച്ചിൽ, ഈ വിധ കാര്യങ്ങളെല്ലാം സാധാരണ ഇതിൻ്റെ അക്കോമ്പനിമെൻറ്റ്സ് ആയിട്ട് പല പല അസുഖങ്ങളിൽ വരാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എപ്പോഴും കാണാറുള്ളത് ഇപ്പോൾ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസുമായുള്ള പേഷ്യൻസ് കൈകാലും ഒക്കെ വളഞ്ഞ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നതാണ് ഒരു രീതിയിലുള്ള അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും ചില ആൾക്കാർ കാണുക. ചിലരാകട്ടെ അതിൻ്റെ തുടക്ക സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അവർക്ക് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടുള്ള ഒരു മരുന്ന് നിർത്തുകയോ മറ്റ് ആൾട്ടർനേറ്റീവ് മെഡിസിനിലേക്ക് പോവുകയോ ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരിക്കൽ മരുന്ന് തുടങ്ങുന്ന ആൾക്കാർ? 2, ഈ ആർത്രൈറ്റിസ് വന്നു അല്ലെങ്കിൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്ന് കൈയും കാലും ഒക്കെ വളഞ്ഞിട്ട് വരുന്ന പേഷ്യൻസിന് നമുക്ക് എത്രത്തോളം ആശ്വാസം അവർക്ക് കൊടുക്കാൻ സാധിക്കും? മുന്ന കാലത്തെല്ലാം ഈ കൈ ജോയിൻസും കാല് ജോയിൻസും വളഞ്ഞു വരുന്നവരുടെ അടുത്ത് ബേൺഡ് ഔട്ട് ഡിസീസ് എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് അവർക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അവർക്ക് വേദന സമാരികൾ മാത്രം കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി. അസുഖം എപ്പോഴും ആക്റ്റീവാണ്. അതുകൊണ്ട് ഏത് സ്റ്റേജിൽ രോഗി വന്നാലും നമ്മൾ ചികിത്സ ചെയ്ത് അവർക്ക് പല ഗുണങ്ങളുണ്ടാക്കും. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ഉദാഹരണം പറയുകയാണെങ്കിൽ സന്ധികളെ മാത്രമല്ല, റുമറ്റോയ്ഡ് ഉള്ളിൽ ഹൃദയത്തിനെ, ലങ്സിനെ, അതുപോലെ ഈ കണ്ണിൻ്റെ ഉമിനീര് ഗ്രന്ഥി, അതുപോലെ കണ്ണീർ ഗ്രന്ഥി, ഇവയെല്ലാം ബാധിക്കാം. ഇപ്പോൾ എത്ര ഡിഫോമിറ്റി ഉള്ള ഒരാൾ വന്നാലും ഈ മറ്റുള്ള അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്ന നിലയിൽ നമ്മൾ മരുന്നുകൾ ഇനീഷ്യേറ്റ് ചെയ്യണം. പ്രധാനമായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രോഗിയുടെ അടുത്ത് സാധാരണ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് പറയും, ഇത്ര നാൾ മരുന്ന് കഴിക്കണം. എന്തായാലും എത്ര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായാലും നമ്മൾ നോക്കുമ്പോൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം കംപ്ലീറ്റ് പോയാലും മരുന്ന് കുറച്ച് നാൾ തുടരണം. അങ്ങനെ തുടരുന്ന ഒരു 30-40% പേർക്ക് പൂർണ്ണമായ രോഗവിമുക്തി കിട്ടാറുണ്ട് ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ. പക്ഷേ പലപ്പോഴും ഈ പേഷ്യൻസ് വരുന്നത് ഈ ലേറ്റ് സ്റ്റേജിലായതുകൊണ്ട് അങ്ങനെ ഒരു ക്യൂറ് പലർക്കും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല.
പക്ഷേ തീർച്ചയായും നമ്മൾ നേരത്തെ ഒരു 6 മാസത്തിനുള്ള അസുഖം തുടങ്ങുന്ന സമയത്ത് വരുന്ന രോഗി 2-3 വർഷം മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ് പലതരം ആർത്രൈറ്റിസുകൾ. തീർച്ചയായിട്ടും ഈ രോഗലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഈ പേഷ്യൻസിന്, സാധാരണ ഒരാൾക്കാർക്ക് തന്നെ ഇത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ തേയ്മാനം കൊണ്ടുവരുന്ന ആർത്രൈറ്റിസ് ആണോ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആർത്രൈറ്റിസ് ആണോ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ ഏറെക്കുറെ ഒരു ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ തേയ്മാന സംബന്ധമായ ആർത്രൈറ്റിസുകളാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ വെയിറ്റ് എടുക്കുന്ന ജോയിൻസിനാണ് ബാധിക്കുക. ഇപ്പോൾ ലൈക്ക് മുട്ട്, ഹിപ്പ്, ഈ കൈയിൻ്റെ ജോയിൻസിനെ സാധാരണ തേയ്മാനങ്ങൾ ബാധിക്കാറില്ല. ഞാൻ പറയുന്നത് ഒരു 100% അല്ലെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50-60% അത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ തേയ്മാന രോഗങ്ങൾ സാധാരണ വരുന്നത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു തേയ്മാനം വരുന്നൊരു രോഗി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അതിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ജോലി ചെയ്യുന്നതിന് ശേഷമാണ് ഈ വേദനകൾ അവർക്ക് അനുഭവപ്പെടാറ്. വേറാസ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് പോലത്തെ ആർത്രൈറ്റിസുകൾ സാധാരണ വരുന്നത് ജോലി ചെയ്യുന്ന സമയത്തല്ല, ജോലി ചെയ്യുന്നതിന് മുമ്പാണ്, റെസ്റ്റിന് ശേഷമാണ്. ഇപ്പോൾ റെസ്റ്റ് സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ രാവിലെ സന്ധികളിൽ ഉണ്ടാകുന്ന ഒരു പിരിമുറുക്കം. രാവിലെ എണീറ്റ ഉടനെ അവർക്ക് നമ്മളെപ്പോലെ ഒറ്റയടിക്ക് ബെഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, കുറച്ച് സമയമെടുക്കും, ഒന്ന് വാമപ്പ് ആവണം, ഒന്ന് സ്റ്റാർട്ട് ആവണം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് മൂലമാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ രാവിലെ ഉണ്ടാകുന്ന പിരിമുറക്കം 30 മിനിറ്റിന് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് തന്നെയാണ്. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൻ്റെ പ്രത്യേക ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് കൊണ്ട് പരിപൂർണമായി നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. മുട്ട് തേയ്മാണെങ്കിൽ മരുന്നുകൾ പരിമിതമാണ്, എന്നിരുന്നാൽ കൂടെയും മറ്റ് മരുന്നുകൾ മൂലം അവരുടെ ജീവിതം കുറച്ചും കൂടി സുഖകരമാക്കാം. തീർച്ചയായിട്ടും എപ്പോഴും ഈ വേദന സംഹാരികൾ കഴിക്കാനായിട്ട് എപ്പോഴും ആൾക്കാർക്ക് 1-2 ദിവസം കഴിക്കും. അപ്പോൾ ഒരുവിധം വേദന കൺട്രോൾഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വേദന സംഹാരികളോടൊരു ഇഷ്ടക്കുറവ് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ വേദന സംഹാരികൾ വളരെ സേഫാണോ കഴിക്കാനായിട്ട്? വേദന സംഹാരികൾ നമ്മൾ ഈ ആർത്രൈറ്റിസ് ചികിത്സയിൽ സ്പോണ്ടൈലോ ആർത്രൈറ്റിസിലാണ് സാധാരണ വേദന സംഹാരികൾ കഴിക്കാൻ പറയുക. മറ്റുള്ള ഇതിൽ സാധാരണഗതിയിൽ വേദന സംഹാരികൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ സ്പോണ്ടൈലോ ആർത്രൈറ്റിസിൽ നമ്മൾ വേദന സംഹാരികൾ ഉപയോഗിച്ചില്ലെങ്കിൽ പലപ്പോഴും അതുമൂലമുണ്ടാകുന്ന എല്ലുകൾക്ക് ഡാമേജ്. സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് സാധാരണ തണ്ടലിലെ എല്ലുകൾക്കാണ്, നട്ടെല്ലിലെ കശകകളെയാണ് സാധാരണ ബാധിക്കുക. നട്ടെല്ലിലെ കശകളെ ബാധിച്ച് നീർവീക്കം വന്ന് അത് യോജിക്കാറാണ് പതിവ്. യോജിച്ച് കഴിയുമ്പോൾ നേരെ നിൽക്കാനുള്ളൊരു ശേഷി പരിപൂർണമായി നഷ്ടപ്പെട്ടു. അവർ വളഞ്ഞ് വളരെ കുമ്പിട്ട് ഷേപ്പിലാണ് പലപ്പോഴും അവരെ കാണുക. ഈ വേദന സംഹാരികളെ കുറിച്ച് പറയുമ്പോൾ, വേദന സംഹാരികൾ കഴിക്കുമ്പോൾ നമ്മൾ അൺകൺട്രോൾഡായി കഴിക്കരുത്, നമ്മൾ അൺസൂപ്പർവൈസ്ഡായി കഴിക്കരുത്. നമ്മൾ പീരിയോഡിക്കായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നമ്മൾ പ്രധാനമായി നോക്കണം. ചിലവർക്ക് വയറിൻ്റെ കംപ്ലൈൻറ്റുകളാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് കുറവ് രീതിയിൽ ബാധിക്കുന്ന വേദന സംഹാരികൾ ചില തരത്തിലുണ്ട്. COX-2 ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. അതുകൂടാതെ തന്നെ പലപ്പോഴും ഇതിനോടൊപ്പം തന്നെ ഈ സംഹാരി ഉണ്ടാക്കുന്ന വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള PPI മരുന്നുകൾ, റാബിപ്രസോൾ, ഓമിപ്രസോൾ, അങ്ങനത്തെ എല്ലാ മരുന്നുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പല കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്നിരുന്നാൽ കൂടെ ഈ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് അല്ലാത്ത മറ്റൊരു ആർത്രൈറ്റിസിൽ തുടർന്ന് വേദന സംബന്ധമായ വരാൻ പാടില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കലും ഈ ആർത്രൈറ്റിസ് രോഗം നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും മരുന്ന് കുറച്ചുനാൾ ഡോക്ടർ കൊടുത്തവർക്ക് സുഖകരമായി, പക്ഷേ എപ്പോഴും പേഷ്യൻസ് കംപ്ലയിൻറ്റ് പറയാറുള്ളത് ഈ അലോപ്പതിക് മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ആണ്. പല ആൾക്കാർക്കും പല രീതിയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു നല്ല പരിഹാരം നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ പറയാറ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറയും. നമ്മുടെ ഭക്ഷണ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. എരിവും പുളിയുള്ള ഭക്ഷണം നമ്മൾ കുറയ്ക്കണം. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കണം. അതുകൂടാതെ പല മരുന്നുകളും ഈ ഗാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് ഈ മരുന്നുകൾ ചിലത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ അവോയ്ഡ് ചെയ്യുന്ന പലതരം മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് കൂടെ കൊടുത്താൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സാർ, ആർത്രൈറ്റിസിന് ഇപ്പോൾ മരുന്നുകളല്ലാതെ ബാക്കി ഏതൊക്കെ ചികിത്സാ രീതികൾ നമുക്ക് ലഭ്യമാണ് ഈ രോഗം നമുക്ക് കുറച്ചുകൂടി മൂർത്തിക്കാതിരിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും വേണ്ടി? മരുന്നുകളോടൊപ്പം തന്നെ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസ് രീതി വരണം. ബിക്കോസ് ആർത്രൈറ്റിസിൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ജോയിൻസിന് നീര് വീക്കം വരുമ്പോൾ അതിന് ചുറ്റുമുള്ള മസിൽ പേശികൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. മസിൽ പേശികളിലൂടെയാണ് നമ്മൾ ചലിക്കുന്നതും എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും എക്സസൈസ് ചെയ്യാൻ പറയുമ്പോൾ ഈ വേദനയുള്ള ആൾക്ക് ഉടനെ എക്സസൈസ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. പല സന്ധികളിലും നീര് വീക്കം കുറയാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സ്റ്റേജ് നമ്മൾ ഫിസിയോതെറാപ്പി അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെ അവർ ഫസ്റ്റായിട്ട് അവർ ആ നീര് കുറയ്ക്കാനും വേദന കുറയ്ക്കാനുള്ള മൊഡാലിറ്റീസ് അവർ സ്റ്റാർട്ട് ചെയ്യും.
പിന്നെ ഈ മസിൽസ് തളർന്നു കിടക്കുന്ന മസിൽസിനെ ആദ്യം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പലപ്പോഴും നെർവ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ മസിൽ സ്റ്റിമുലേഷൻ ചെയ്യും. അതിനോടൊപ്പം സ്ട്രെച്ചിങ് എക്സസൈസ് അവർ തുടങ്ങും. പിന്നീട് അവർ രോഗികളെ കൊണ്ട് തന്നെ പാസീവായിട്ടുള്ള എക്സസൈസുകൾ ആരംഭിക്കും. അതുപോലെ തന്നെ അതിനുശേഷം ആക്റ്റീവായിട്ടുള്ള തനിയെ ചെയ്യാനുള്ള എക്സസൈസുകളും വെയിറ്റ് മൂവ് ചെയ്യുന്ന എക്സസൈസുകളും ഉപയോഗിക്കാൻ പറയും. ഇത് കൂടാതെ പലർക്കും ഈ നമ്മളൊരു ആർത്രൈറ്റിസ് ഉള്ള രോഗി പലപ്പോഴും കൈയിൻ്റെ നീരും വേദനയും ബലക്കുറവും വരുമ്പോൾ അങ്ങേർക്ക് ഒരു കൈ കൂടുതൽ ബലം ഉപയോഗിക്കേണ്ട ജോലികളാകുമ്പോൾ അത് പ്രത്യേക രീതിയിൽ, അതായത് ഈ വെയിറ്റ്, ഫോർ ഉദാഹരണം പറയുകയാണെങ്കിൽ പേന ഉപയോഗിക്കുന്ന ഒരാൾക്ക് ആർത്രൈറ്റിസ് വരുമ്പോൾ പേന പിടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രോഗിയുടെ അടുത്ത് നമ്മൾ പേനയുടെ ചുറ്റും ഒരു ടവൽ കെട്ടി കഴിയുകയാണെങ്കിൽ ആ പേനയുടെ വലിപ്പം കൂടും. അപ്പോൾ ഒരു കുറച്ചും കൂടി ഈ ജോയിൻസിന് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് കുറച്ചും കൂടി മുമ്പിലത്തെ മസിൽസ് ഉപയോഗിച്ച് ഇത് ചെയ്യാം. അങ്ങനെ ഒക്യുപ്പേഷണൽ തെറാപ്പി, ഒക്യുപ്പേഷണൽ മോഡിഫിക്കേഷൻ, അങ്ങനത്തെ നമ്മൾ ചികിത്സകൾ തേടാൻ പറയും. ചില രോഗികളുടെ അടുത്ത് നമ്മൾ യോഗ, പ്രത്യേകിച്ച് യോഗ മൂലം കിട്ടുന്ന ജോയിൻസിനുള്ള ഫ്ലെക്സിബിലിറ്റി, മെൻ്റൽ വെൽബീയിങ്, ഇതെല്ലാം ഉപയോഗിക്കാൻ പറയും. അപ്പോൾ ഇത് മരുന്നുകളല്ലാതെ ഈ വിധ മറ്റുള്ള രീതികൾ കൂടെ എടുക്കുന്നത് പലപ്പോഴും ഫലവത്തായിട്ട് കാണാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അവരോട് ആ രോഗികൾ എന്തൊക്കെ കാര്യങ്ങൾ അവർ ജീവിത ചര്യയിൽ ശ്രദ്ധിക്കണം? നമ്മൾ സാറ് പറഞ്ഞു, ഇപ്പോൾ യോഗ, റിലാക്സേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഭക്ഷണക്രമത്തിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ, ഏതെങ്കിലും ഭക്ഷണം അവോയ്ഡ് ചെയ്യേണ്ടതുണ്ടോ? ചില ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കേണ്ടതുണ്ടോ? ഡയറ്ററി സപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്? ഡയറ്ററി സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂഷ്വലി കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണം. അപ്പോൾ പാൽ ഒരു ഗ്ലാസ് രാത്രി കുടിച്ചാൽ പലപ്പോഴും നല്ലതാണ്. 1-2 ഗ്ലാസ് ആണെങ്കിൽ പലപ്പോഴും നല്ലതാണ്. ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ സാധാരണ ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ പറയാറ്, ഏതെങ്കിലും ഒരു ഭക്ഷണം തുടർച്ചയായി കഴിക്കുമ്പോൾ വേദന ഉളവാക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. സാധാരണ നമുക്ക് പഥ്യങ്ങളായിട്ടൊന്നുമില്ല. എന്നിരുന്നാൽ കൂടെ പഠനങ്ങൾ പ്രൂവ് ചെയ്യുന്നത് കൂടുതലും ഒരു സസ്യ ഡയറ്റ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉള്ള ഡയറ്റാണ് കൂടുതലും ഈ വിധ രോഗങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ പലപ്പോഴും ഈ രോഗികളുടെ അടുത്ത് നമ്മൾ ഈ ആക്ടിവിറ്റി പേസിംഗ് എന്ന് പറയും. അതായത് ഈ ഒരു രോഗി ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അത് ചെയ്യാൻ ശ്രമിക്കരുത്. പലപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണം. കുറച്ച് നേരം വർക്ക് ചെയ്യുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, വീണ്ടും വർക്ക് ചെയ്യുക, വീണ്ടും റെസ്റ്റ് എടുക്കുക. കാരണം അവർക്കൊരു സാധാരണ ഒരാളെ പോലെ തുടർന്ന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി മസിൽസിന് പലപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ മസിൽസിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫറ്റീഗ് വരില്ല. അല്ലെങ്കിൽ തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ഷീണം വന്ന് ഒരാഴ്ച പിന്നെ വീണ്ടും അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എടുക്കും. അപ്പോൾ ഈ ആക്ടിവിറ്റി പേസിംഗ് കൂടെ പലപ്പോഴും നമ്മുടെ ജോലിയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും റെസ്റ്റ് അതിനോടൊപ്പം എടുക്കാനും അത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറെ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആർത്രൈറ്റിസ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.